ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് മടുത്തവർക്കായിട്ട് ഇത് നല്ലൊരു ചിക്കൻ ഹനീത്താണ്. ഹനീത്ത് എന്ന് പറയുന്ന ഒരു അടിപൊളി ബിരിയാണി അല്ല, എന്നാൽ കണ്ട ബിരിയാണി പോലെ ഇരിക്കുമെങ്കിലും അതിന് പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് 1.5 സ്പൂൺ പച്ച മല്ലി, 1 സ്പൂൺ കുരുമുളക്, ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, 3-4 ഏലക്ക, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, ചെറിയ ജീരകം, അല്പം പെരുംജീരകം, 1 സ്പൂൺ പെരുംജീരകം എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നമ്മുടെ വറ്റൽമുളക്, അതായത് കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്, അതും ചേർത്ത് ഒന്ന് വറുത്ത് വന്നപ്പോഴേക്കും അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് അതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ടാണ് പിന്നെ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്തത് പാത്രം. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ഗ്രൈൻഡറിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ഇട്ട് ബാക്കി വറുത്ത് വെച്ചതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് ചിക്കൻ ഹനീത്തിൻ്റെ മിക്ക ആൾക്കാർ ചെയ്തതിനേക്കാളും ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് എനിക്കിവിടെ ഇഷ്ടം തോന്നുന്ന രീതിയിൽ ആണ് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. മിക്ക ആൾക്കാരുടെയും ചിക്കൻ ഹനീത്ത് ചെയ്തതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ എനിക്കിതൊക്കെ ചേർത്ത് ഞാനത് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ 2 നമ്മുടെ ചിക്കൻ മാഗി ക്യൂബും ചേർത്ത് അതിൽ പിന്നെ ഉപ്പും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ആ പാത്രത്തിലിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ, 1.5 കിലോ ചിക്കനാണ്, ഇതെല്ലാം കൂടെ ആ മസാലയും ഈ ചിക്കനും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില വേണമെന്നുള്ളവർക്ക് വീണ്ടും മല്ലിയില ചേർക്കാം. ഞാൻ സ്റ്റാർട്ടിങ് ചേർത്തിട്ടുണ്ടെങ്കിലും എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും മല്ലിയില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചവെള്ളം, ഒരു 3-4 പച്ചവെള്ളം ഇട്ട് 3-4 പച്ചവെള്ളവും ചേർത്ത് ഒരു 1-1.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്കിത് ചിക്കനിൽ നിന്ന് കുറച്ച് നമുക്ക് ഗ്രേവി വേണം, അത് ആ ഗ്രേവിയിലാണ് അരി വേവിച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് ചിക്കനിൽ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. നമുക്ക് ചിക്കനിൽ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രം അതിൽ നിന്ന് തിളച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ ചിക്കൻ വെന്ത് കിട്ടും, നന്നായിട്ട് കുക്കായി കിട്ടും. പക്ഷേ എനിക്ക് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ചിക്കൻ ഒരു 95% ഇതിട്ട് തന്നെ കുക്ക് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ റൈസ് എടുത്തേക്കുന്നത് നമ്മുടെ കൈമ റൈസാണ്, റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസ്. നല്ല അടിപൊളി ചോറുള്ള കൈമാണ്. ഇതിൽ ഏത് അരി വേണമെങ്കിലും ചേർക്കാം. നമുക്കിപ്പം ഈ വേണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസോ ഏത് റൈസ്, ബസുമതിയുടെ ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചിക്കൻ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് അത് ആ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 1 സ്പൂൺ നെയ്യും ഇട്ടതിന് ശേഷം അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കയും പട്ടയും, ഒരു ചെറിയ പീസ് പട്ടയും 4-5 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് അല്പം പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനങ്ങളാണ്. ഇത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു നമുക്ക് തരുന്ന ഒരു വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈക്കും ഷെയറും. പിന്നെ അതിലേക്ക് ഒരു സവാള, ഇതിൽ സവാളയൊക്കെ വളരെ കുറച്ച് മതി, ഒരു സവാള മതി. കുറച്ചുകൂടി ചെറുതായി കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ സാധാ രീതിയിൽ നൈസായിട്ട് ആണ് സവാള അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. പിന്നെ അല്പം സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. മഞ്ഞയും ചുവപ്പും പച്ചയും ക്യാപ്സിക്കവും ചേർത്തിട്ട് എല്ലാം കൂടെ തക്കാളിയും ചേർത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടിപൊളിയൊരു ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഹനീത്താണിത്. ബിരിയാണി കുടുംബത്തിൽ നിന്ന് ഉള്ളതാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് മറ്റുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. മന്തിയുടെ പോലെയല്ല, അടിപൊളിയാണ്.
ഞാൻ കുക്ക് ചെയ്ത് ഇവിടെ കഴിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഗ്രേവിയാണ് ഞാൻ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഗ്രേവിയിൽ ബാക്കി നമുക്ക് അതിന് വേണ്ടുന്ന തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി അരി വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് അരിയുടെ ഇരട്ടി വെള്ളം ആണല്ലോ വെക്കേണ്ടത്. ഞാനിത് നമുക്ക് ഈ അരി എന്ന് പറയുമ്പോൾ ഈ കൈമ റൈസിന് ഇരട്ടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു അരിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പിന് 1.5 കപ്പ്, ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ 1.5 പാത്രം, ഇതിൽ ഒരു പാത്രം അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിക്കൻ്റെ ഗ്രേവിയുടെ കൂടെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ ഒരു 3/4 പാത്രം വെള്ളം കൂടെ ചേർത്താണ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അരി ഇടുന്നത്. ഈ വെള്ളം നന്നായിട്ട് തിളച്ചത്, നല്ല തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചത്, അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ മല്ലിയില പുതിനയിലയൊക്കെ ഇട്ട് ഉപ്പും ചേർത്ത് ഇട്ടൊക്കെയാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത്. എൻ്റേതായ രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പലർക്കും പല രീതിയാണല്ലോ ഇഷ്ടം. ഇപ്പം നമുക്ക് നമ്മുടേതായ കുറച്ച് ഐഡിയകളും കൂടെ ചേർത്താലല്ലേ നമുക്ക് നമ്മുടെ റെസിപ്പി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടെ എല്ലാവർക്കും, മക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ റൈസ്. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ബാക്കി തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് എല്ലാം നോക്കി, അപ്പോൾ അല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി അതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 2 ഡ്രൈ ലെമണും കൂടെ ചേർത്തിട്ടുണ്ട്. ഡ്രൈ ലെമൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ടൊന്ന് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പിഴിഞ്ഞൊഴിച്ചാലും മതി. ഡ്രൈ ലെമണിൻ്റെ ഫ്ലേവർ നല്ലതാണ്. അപ്പോൾ അത് ചേർക്കുന്നത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിൽ നിന്ന് ചിക്കൻ കോരി മാറ്റിയതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വയ്ക്കുന്ന ചിക്കൻ, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് മറ്റ് മസാല എല്ലാം കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുത്ത ചിക്കനാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റും, അപ്പം ചിക്കൻ്റെ പീസെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒന്ന് ഷാലോ ഫ്രൈ മതി. അപ്പോൾ അതിൻ്റെ പുറം മാത്രം ഒന്ന് മരിഞ്ഞിരിക്കുകയും അകം നല്ല സോഫ്റ്റും അടിപൊളി നല്ല ഒരു ജ്യൂസി ആയിരിക്കുന്ന ഒരു പീസുകളാണ്. അടിപൊളിയാണ്. ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്ത് വാങ്ങിയത്. നമ്മുടെ അരി ഇടാനുള്ള വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുക ഇങ്ങനെ പോകുന്നത് തന്നെ കാണാനൊരു ഭംഗിയാണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്ന കാണാൻ അടിപൊളി, നല്ല ഭംഗിയാണ് കാണാൻ. കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തിട്ടും 10 മിനിറ്റ് പോലും വേണ്ട. ഈ കൈമ റൈസ് ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയും വേണ്ട. ബസുമതി റൈസ് ആണെങ്കിൽ അരമണിക്കൂറിന് മുമ്പേ അല്ലെങ്കിൽ 1 മണിക്കൂറിന് മുമ്പേ എല്ലാം കുതിർത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. ഇത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ കഴുകി അപ്പോൾ തന്നെ ഇടാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും. ഇതിന് കുറച്ചുകൂടി ലോങ് റൈസും നല്ലതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്തി ഉണ്ടാക്കുന്ന മറ്റേത് ബസുമതി റൈസ് ആയാലും അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു മണം
ഈ അരിക്ക് ഒരു പ്രത്യേക മണവും രുചിയാണ്. നമ്മൾ ചോറ് വെക്കാതെ തന്നെ അരിക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പം കറി ചോറ് വയ്ക്കുമ്പോൾ അടിപൊളി ഒരു വല്ലാത്തൊരു ഫ്ലേവറാണ് ഈ ചോറിന്. ഇപ്പം ഏകദേശം 90% അരി വെന്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ളതെല്ലാം മസാലകളെല്ലാം കൂടി നേരെ എല്ലാം റെഡിയാക്കി വെച്ച് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ശരിക്കും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി നല്ല ചോറാണ്. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് വെള്ളമായിരുന്നു, വെച്ചതെല്ലാം കറക്റ്റ് വെള്ളമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു മണവും രുചിയും. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ചിക്കനൊന്നും ചേർക്കാതെ തന്നെ ഈ ചോറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഏകദേശം ഒരു ഇതിൻ്റെ പരിപാടി 75% കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ ഡെക്കറേഷനും മറ്റേ ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലോട്ട് ചേർത്താൽ മതി. കുറച്ച് ഗാർണിഷ് ചെയ്തിട്ട് മല്ലിയിലയും പുതിനയിലയും എല്ലാം കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. സാധാരണ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ കുറച്ച് 3-4 തക്കാളിയും ഈ ചോറിന് വെറുതെ സിമ്പിളായിട്ടുള്ള ചോറാണ്. നമുക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊന്നും വറുത്തിടേണ്ട കാര്യമില്ല. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും എല്ലാം അതിനകത്ത് വെച്ചിട്ട് മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആവി മേലോട്ട് വരുന്ന ജസ്റ്റ് ഈ മുകളിൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ സെർവ് ചെയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. കാണുന്ന പോലെ തന്നെയാണ്, അതിനല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. Okay, thank you.